വെറൈറ്റിനെ പറ്റി ചോദിച്ചാൽ വളരെയധികം വെറൈറ്റി ഉണ്ട്. അതിലിപ്പോൾ ഓരോ പ്രാവശ്യം വരുന്ന വ്യത്യസ്തമായ വെറൈറ്റികൾ വരുന്നു. അപ്പോൾ വരുന്നൊന്നും ഇവിടെ സ്റ്റോക്കിലിരിക്കുന്നില്ല. ഓരോ പ്രാവശ്യം വരുന്ന ഓരോ വെറൈറ്റികൾ. അങ്ങനെ വെറൈറ്റികൾ നോക്കുകയാണെങ്കിൽ 400-500 എന്നൊക്കെ പറയാം. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കോഴിക്കോട് നിന്ന്, നിലമ്പൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, കോലഞ്ചേരിയിൽ നിന്ന് വരെ വന്ന് അത്ഭുതപ്പെട്ടു പോയി. ഓർക്കിഡ് ചെടി പൂക്കൾ നോക്കൂ, വൈവിധ്യമാണ്. ഇപ്പോൾ തണ്ട് ഒടിഞ്ഞു പോയി എന്നിരിക്കുക പൂവ്. ഒരു ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വാടാണ്ടിരിക്കും. കട്ട് ഫ്ലവറിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വിലയുള്ളൂ, 2 വിലയില്ല. ഇവിടെ ഹോൾസെയിൽ എന്ന് പറയാം. ധാരാളം ചെടി പോകുന്നുണ്ടാണ് ഹോൾസെയിൽ തന്നെ പറയുന്നത്. റീറ്റെയിൽ ഇല്ല. റീറ്റെയിൽ എന്ന് പറഞ്ഞ വില ഇവിടെ മേടിക്കുന്നില്ല. പേര് പിന്നെ എല്ലാവരും അറിയാവുന്നതാണ്. മോഹനേട്ടൻ എല്ലാവരും വിളിക്കാറ് പതിവ്. മോഹനൻ എൻ്റെ പേര്. ഫാമിൻ്റെ പേര് മോഹൻ ഓർക്കിഡ്. തൃശ്ശൂർ വന്നാൽ നിങ്ങൾ പടിഞ്ഞാറക്കോട്ട വഴി വാടാനപ്പള്ളി കടന്ന വാടാനപ്പള്ളിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് 2.5 കിലോമീറ്റർ. എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റും? വില കുറച്ച് കൊടുക്കുക, ആദായം കുറയ്ക്കുന്നു. അപ്പോൾ വില കുറഞ്ഞു. വെറൈറ്റിനെ പറ്റി ചോദിച്ചാൽ വളരെയധികം വെറൈറ്റി ഉണ്ട്. അതിലിപ്പോൾ ഓരോ പ്രാവശ്യം വരുന്ന വ്യത്യസ്തമായ വെറൈറ്റികൾ വരുന്നു. അപ്പോൾ വരുന്നൊന്നും ഇവിടെ സ്റ്റോക്കിലിരിക്കുന്നില്ല. ഓരോ പ്രാവശ്യം വരുന്ന ഓരോ വെറൈറ്റികൾ. അങ്ങനെ വെറൈറ്റികൾ നോക്കുകയാണെങ്കിൽ 400-500 എന്നൊക്കെ പറയാം. എന്നാലും ഇവിടെ ഒരു 10-40 വെറൈറ്റി എപ്പോഴും ഡെൻഡ്രോബിയത്തിൽ തന്നെ വെറൈറ്റികൾ എടുക്കാണ്ടായിരിക്കും. ഇത്രയും വെറൈറ്റികൾ ഉണ്ടെങ്കിൽ ഈ ഫ്ലവർ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണ്? ഫ്ലേവറുള്ള ചെടി ഇനി വരില്ല. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഫ്ലവർ ഉണ്ടാക്കണം. ആ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ ഫ്ലവർ ആവാൻ നിൽക്കുന്നില്ല. മരുന്ന് ചെടി അപ്പോൾ വിറ്റ് പോകുന്നതുകൊണ്ട് നമുക്ക് ഫ്ലവർ കിട്ടുന്നില്ല. അതാണ് സംഭവം. ഈ ഫ്ലവറോട് നിൽക്കുന്ന ആൾക്കാർ കസ്റ്റമർ കൊടുക്കുക. ഫ്ലവറോട് വന്ന് അത് ആദ്യം കൊണ്ടുപോകല്ലേ. ഇത് വലിയ പഴക്കമൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ ഏകദേശം ഒരു 20 എന്ന് വേണമെങ്കിൽ പറയാം. അതെ. കെയർ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്. എന്നാലും കോമൺ ആയിട്ട് ആണ് ചെയ്തു പോരുന്നത്. ചില ചെടികൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമില്ല, ചിലതിന് വെള്ളം കൂടുതൽ ആവശ്യമാണ്. അത് നമ്മൾ അറിഞ്ഞു കൊടുക്കണം. ചെടികൾക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റുള്ള ചെടികൾ അത്രയ്ക്ക് അധ്വാനം ഇല്ല, ബുദ്ധിമുട്ടില്ല. വളരെ സുഖമാണ് ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത്. പിന്നെ ചെടികൾ അറിഞ്ഞിട്ട് അതിൻ്റെ പരിചരണം ചെയ്യലാണ് ശരിയായ രീതി. റീപോർട്ട് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. ചോദിക്കുന്ന ആൾക്കാരോട് അവിടെ എല്ലാ സംശയം തീർത്തുകൊണ്ട് കൊടുക്കും. പിന്നെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞത് നല്ല വേരുകൾ, വെള്ള വേരുകൾ കാണും. വെള്ള വേരുകളിൽ പച്ച മുട്ട് കാണും. അതിന് കേടാക്കരുത്. അത് കേടാക്കാതെ റീപോർട്ട് ചെയ്യുമ്പോൾ വായു സഞ്ചാരം വളരെ ആവശ്യമാണ്. എയർ സർക്കുലേഷൻ വെച്ചുകൊണ്ടാണ് പാക്ക് ചെയ്യാൻ പാടുള്ളൂ. പാക്ക് ചെയ്യുമ്പോൾ വലിയ കരി വയ്ക്കുക, അതിൻ്റെ അടുത്ത് തൊണ്ട് വയ്ക്കുക. ചെറു കരികൾ വെച്ചിട്ട് അടുപ്പിച്ച് വെച്ചാൽ അത് വേര് കടന്നു പോകാനും ബുദ്ധിമുട്ട് വരും. പിന്നെ പുതിയ മുളകൾ പൊട്ടുവാനോ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളവർ. അപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. വളങ്ങളൊന്നും അങ്ങനെയൊന്നും അവിടെ സെയിലൊന്നുമില്ല. പോട്ടും സെയിലില്ല. പോട്ട് ഞങ്ങൾ ഇരിക്കുന്ന ഈ പോട്ടൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ സ്റ്റാൻഡ് ഇതൊക്കെ ഈ ഇരിക്കുന്ന സ്റ്റാൻഡ് നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നു. അതുകൊണ്ട് ഇത്ര സ്റ്റാൻഡ് കരുതിയിട്ടുള്ളതാണ്. സെയിലില്ല. ചെടികൾ മാത്രമേ സെയിലുള്ളൂ. ചെറിയ ചെടി വേണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് 80 രൂപയ്ക്കാണ് ചെടി സീഡ്ലിംഗ് കൊടുത്തിരുന്നത്. അതിൽ ഇത് ഇനിയും കുറച്ച് ഒരു 10 താഴെ വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ളത് 100 രൂപയാണ്. അത് ഇപ്പോൾ ഈ വീഡിയോ പുറത്ത് വരുമ്പോഴേക്കും അത് സെയിലായിന്ന് വരും. ആ നേരത്ത് വീഡിയോ കണ്ടു തരുന്ന ആൾക്കാർ വന്ന് വഴക്കൂടാഞ്ഞാൽ മതി. ഹോൾസെയിലാണ് ഇവിടെ. ആര് വന്നാലും ഹോൾസെയിലാണ്. അപ്പോൾ നഴ്സറിക്കാരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു വിലയുള്ളൂ, 2 വിലയില്ല. ഇവിടെ ഹോൾസെയിൽ എന്ന് പറയാം. ധാരാളം ചെടി പോകുന്നുണ്ടാണ് ഹോൾസെയിൽ തന്നെ പറയുന്നത്. റീറ്റെയിൽ ഇല്ല. റീറ്റെയിൽ എന്ന് പറഞ്ഞ വില ഇവിടെ മേടിക്കുന്നില്ല. എൻ്റെ പേര് മോഹൻദാസ്. ഞാൻ ഇവിടെ റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ ഇവിടെ മോഹന ഓർക്കിഡ് അറിയുന്നതിന് മുന്നേ ഞാൻ പുറത്തെല്ലാം പോയിട്ട് ചെടികൾ വാങ്ങിക്കാറുണ്ട്. നഴ്സറികളിൽ പോവും. പുതിയത് കാണുമ്പോൾ പേര് ഒക്കെ നോക്കിയെടുക്കും. അതിൻ്റെ എങ്ങനെയാണെന്നുള്ളതൊക്കെ യൂട്യൂബ് വഴിയും മറ്റു ആധികാരികമായിട്ട് കിട്ടാവുന്നതുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. പിന്നീട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഓഫീസുണ്ട് ഇവിടെ തൊട്ട് മുന്നിലെ.
അപ്പോൾ അവിടെ ബില്ല് പേ ചെയ്യാൻ വന്നപ്പോഴാണ് ഈ കാണുന്നതും ഇത് ചെയ്യുന്നതും. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴൊരു ലോകം തന്നെ. ഇത് മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞവർ ഇവിടെ ആരും പറയുന്നില്ല. അതിനുശേഷം ഇവിടെ വന്ന് ഇൻഫർമേഷൻ കിട്ടുന്നു, പുതിയ വെറൈറ്റി വരുന്നു. എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായി പറഞ്ഞു തരുന്നു, ഒരു ക്ലാസ് എടുക്കുന്ന മാതിരി. അപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. പിന്നെ ഫ്രീക്വൻ്റായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, വന്ന് നോക്കും, പുതിയ ചെടികളുടെ നോക്കും, പൂക്കൾ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകും. അത് കമ്പയർ ചെയ്യും. മറ്റുള്ള നഴ്സറിയിൽ പോയിട്ട് വില ചോദിക്കും. വിലയിൽ വളരെ വ്യത്യാസം. ചെടികളുടെ കരുത്ത്, ആരോഗ്യം, അത് പിന്നെ വളരെ ഹൈജീനിക്കായിട്ടാണ് ഇത് ഇവിടെ കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് താല്പര്യം തോന്നി, അങ്ങനെ വന്നു. ഇപ്പം ഈ അടുത്തിടെ വന്നപ്പോൾ പൂക്കളില്ലാതെ എന്താണ് അതെന്ന് ചോദിച്ചറിഞ്ഞപ്പോഴാണ് പറയുന്നത് തായ്ലൻഡിൽ നിന്ന് ഇപ്പോൾ പൂ വരുന്നില്ല, ഇപ്പോൾ എന്തോ പുതിയ ലോ അങ്ങനെയുണ്ട് ഇവിടെ. അത് ഇവിടെ കൃഷിക്കാരുണ്ട്, പൂക്കൾ ഇവിടെ കിട്ടും എന്നുള്ളതിൽ. അപ്പോൾ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ച് എൻ്റെ വീട്ടിലൊരു പരീക്ഷണം കൂടി നടത്താം. ഇവിടെ മോനങ്ങൾ ചെയ്യുന്ന മാതിരി പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാം. നഷ്ടപ്പെട്ടാൽ നമ്മുടെ ചെടിയല്ലേ, അപ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും. അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞപ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് കൂടെ നിൽക്കുമോ, കുറച്ചൊക്കെ പറഞ്ഞു തരാം, താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നോക്കി മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം ഏൽപ്പിച്ച് തരാമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കതിനുള്ള ഇതില്ല, കാരണം സമുദ്രം മാതിരിയാണിത്. വെറൈറ്റികൾ പിന്നെ മറ്റുള്ളവിടെ നിന്നും, പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കോഴിക്കോട് നിന്ന്, നിലമ്പൂരിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, കോലഞ്ചേരിയിൽ നിന്ന് വരെ വന്ന് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്രയും ദൂരത്ത് അവിടെയൊക്കെ ഇല്ല? അപ്പോൾ ഇവിടുത്തെ ചെടികളുടെ വെറൈറ്റി, പിന്നെ അങ്കിള് പറഞ്ഞു കൊടുക്കുന്ന ചില അതിൻ്റെ ഇവിടെ എങ്ങനെ പരിചരിക്കുന്ന അത് സത്യസന്ധമായി പറയുന്നു. അപ്പോൾ മറ്റുള്ള നഴ്സറിയിൽ ഞാൻ പോകുമ്പോൾ അവർ ചെടി വേണമെങ്കിൽ എടുത്തോ പോവോ, നമുക്ക് ഇഷ്ടം പേ ചെയ്ത് പോകാമെന്നുള്ള ഒരു കെയറും നമ്മൾ ഇത് ചെയ്യുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നൊക്കെ വരുന്ന നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാനും അത്ഭുതപ്പെട്ടു പോയി. വലിയ എമൗണ്ടിന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ നഴ്സറിക്കല്ല കളക്ഷനായിട്ട്. അപ്പോൾ നഴ്സറിക്കാർ വേറെ ഉണ്ട്, പിന്നെ സപ്ലയേഴ്സ് ഉണ്ട്, പിന്നെ വരുന്നവരെ മിക്കവാറും നമ്മൾ പറയുന്നേക്കാൾ വിശദമായിട്ട് അവർക്കറിയാം. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ ടാഗ് ഉണ്ട്, പൂവില്ലാത്ത കാരണം ടാഗ് ഉണ്ട്, എല്ലാ ചെടികളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കളർ നോക്കി സംശയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ ഗൂഗിളിൽ നോക്കിയിട്ട് അതിൻ്റെ പാറ്റേൺ കളർ ഇത് മനസ്സിലാക്കുന്നു, ഡീറ്റെയിലൊക്കെ അവർ കിട്ടുന്നു, വാങ്ങിക്കുന്നു, പേ ചെയ്ത് പോകുന്നു. പോകുമ്പോൾ കോംപ്ലിമെൻ്റായിട്ട് പലതും ഇവിടെ നിന്ന് തന്നെ കൊടുക്കും ചേട്ടൻ. അത് പിന്നെ വിലയും കുറച്ച് കൊടുക്കും. കാരണം ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ കസ്റ്റമറെ കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള ഇത്. അതിപ്പോൾ സമയമില്ലാതെ പോയി. കാരണം എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ വളരെ ലേറ്റായിട്ടായാലും പോകണമെങ്കിലും പ്രശ്നമില്ല, അപ്പോഴും കസ്റ്റമറുണ്ട്. അതിന് ശേഷവും വരുന്നു. അപ്പോൾ വീടിനോട് ചേർന്നതായതുകൊണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളില്ല. ഏത് സമയത്ത് വന്നാലും ആൾ നല്ല കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. ഇത്രയാണ്. പിന്നെ ഇതിലുള്ള വെറൈറ്റികളാണ്. ഇപ്പോൾ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും കരുതി, ഞാനും അങ്ങനെ കരുതിയിരുന്നത്, ഒക്കെ വലിയ സമ്പന്നർ മാത്രം ഇത് ചെയ്യുന്നതാണ് എന്നുള്ളത്. പിന്നീടാണ് ഈ ചെടി ഇതും പൂക്കളും 2 മാസത്തോളമൊക്കെ നിൽക്കുന്ന, 3 മാസത്തോളമൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വെറൈറ്റികൾ വാടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം വെള്ളമൊഴിച്ചില്ലെങ്കിലും അത് സർവൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റേതായ ഇതുകൾ നോക്കിയപ്പോൾ വളരെ താല്പര്യം തോന്നി. അന്നും ഉണ്ട്, പക്ഷെ അന്ന് ഇതിൻ്റെ ഡിസൈൻ മുന്നിലൊക്കെ വേറെയും കുറേ ചെടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം റെയറായിട്ടുള്ള പല ചെടികളുണ്ടായി. അപ്പം ഞാനും ഈ റെയറായിട്ടുള്ള ചെടികൾ അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. അപ്പം നോക്കിയപ്പോൾ ചേട്ടനോട് സംശയം പറഞ്ഞപ്പോൾ ചിലതൊക്കെ എനിക്ക് എത്തിച്ചു തരും. കുറേ സപ്ലയേഴ്സായിട്ട് നഴ്സറിക്കാരായിട്ട് അതുണ്ട്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു, ഞാനും വെറുതെ ഇരിക്കുക, ഇപ്പം കോവിഡ് കാലമല്ലേ, അപ്പോൾ കുറച്ച് പഠിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് വീട്ടിൽ ഇതിൻ്റെ ഇപ്പോൾ സീഡ്ലിങ് കൊണ്ടുപോയിട്ട് ഫ്ലവർ സ്റ്റേജിലായാലും ഇവിടെ മാർക്കറ്റ് ചെയ്തോളൂ. ഇവിടെ അങ്കിളിന് ഇഷ്ടം പോലെ പൂവ് കസ്റ്റമറുണ്ട്. പൂ തയ്യുന്നില്ല, കണ്ടില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ കാര്യമായി കിടക്കുന്ന പൂക്കളാകുമ്പോഴേക്കും ഇത് പോകുന്നു. ഇവിടുന്ന് പ്ലാൻസ് എടുത്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ വിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? ഇല്ലില്ല, ഇതില്ല. അപ്പം ഞാൻ ഇവിടുത്തെ ആളെ തന്നെയായിട്ടാണ് ഇത് ചെയ്യാവുന്നത്. കാരണം ഫ്ലവറിങ് സ്റ്റേജിൽ ഹെൽത്തുള്ള ചെടി മാത്രമേ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ചിലയിടത്ത് നമ്മൾ നോക്കുമ്പോൾ ചില വില കുറവെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അതിലൊരു കൃത്രിമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെടി, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു സീഡ്ലിങ് ഇപ്പോൾ നമുക്കിപ്പം എന്താ പറയുക, ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ അവർ എത്ര ഇഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സൈസ് കാണിച്ചിട്ട് ഞാൻ നെറ്റിൽ കുറേ പരതി. അപ്പോൾ ഇതിനെ കൊണ്ടുവന്നിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ചെടിയാക്കും. അത് ചെടിക്ക് വളർച്ചയ്ക്ക് ദോഷം ചെയ്യും.
അപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാർ അത് വാങ്ങിക്കുമ്പോൾ ഒരു ചെടി കിട്ടി നമ്മൾ ഇത് ചെയ്യും. പക്ഷേ വരും സമയമെടുക്കും പൂർണ്ണ വളർച്ചത്തിൽ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. ഞാനങ്ങനെ പല നഴ്സറികളിലും മണ്ണുത്തിയിൽ ഇങ്ങനെ നടക്കും, വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് ഫോട്ടോ എടുക്കും, അവരേറ്റവും ചെടികൾ വാങ്ങിക്കും റയർ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ മോഹനങ്കിൾ കസ്റ്റമറോട് പറയാറുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെയ്തോ, പക്ഷേ ഇവിടെ അങ്ങനത്തെ ഇതില്ല. അപ്പോൾ അത്രയും ഓണസ്റ്റായിട്ട് പറയുന്നതിലാണ് ഏറ്റവും നമ്മളെ ഒരു കസ്റ്റമർക്ക് ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. പിന്നെ ഇത് കണ്ടോ, ഇപ്പോൾ അത് ബാസ്ക്കറ്റ് വാൻ്റെ ചെടികൾ, ഇപ്പോൾ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിൽ ഡെൻഡ്രോബിയാണ് കൂടുതൽ ഇതല്ല, പരിചരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് സീഡ്ലിങ് വന്നിട്ടുള്ളതാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്ത് ഹാർഡനിങ് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം ടാഗുള്ളതുകൊണ്ട് ഇതൊരു ചെടി, ഒരു കുഞ്ഞ്, നമ്മൾ എന്താ പറയുക, ഹോസ്പിറ്റലിലൊക്കെ ഡെലിവറി കഴിഞ്ഞ് വന്ന കുട്ടി, അവരെ ഒരു 90 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു ഇപ്പോൾ ഹെൽത്തി കുഞ്ഞ്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിനെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ചകിരിനാര് വെച്ചിട്ട് ഉള്ള ഇതിലാണ് ഇതിനെ ഒന്ന് കവർ ചെയ്ത്, അതിന് വരുന്ന സൂട്ടബിൾ പോട്ട് വരുന്നുണ്ട്, ഇത് വലുതാണ്, അതിൽ വെച്ചിട്ട് ഇങ്ങനെ വേര് മുകളിൽ നിന്ന് പുതിയ മുകളങ്ങൾ വരാം, വേര് വരാം, അതിങ്ങനെ വളർന്ന് ഏകദേശം ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇത് കാണും, വേരുകൾ വരുന്ന കേട്ടോ. അത് ഹെൽത്തി പ്ലാന്റിൻ്റെ ഒരു ഇതാണ്. ഇവിടെ നോക്കൂ, ഗ്രീൻ, ഇതിൽ വൈറ്റ് വരുന്നുണ്ട്. ഇവിടുത്തെ ഇത് കണ്ട ആ ടിഷ്യൂ കൾച്ചറിൽ ഉണ്ടായിട്ടുള്ള ഇതാണ്, അതിൽ നിന്ന് വരുന്നത്. ഇനി ചെടിയുടെ വളർച്ച ഇങ്ങോട്ടാണ്. ഇതിൽ ഇനി ചിലപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ പൂ വരാം. അതിൽ വെറൈറ്റി അനുസരിച്ചിട്ടാണ് അത്. പൂവെന്നാൽ ചെറിയ പൂവ് അത് മാച്ചുറായിട്ടുള്ളതാണ്. ഒരു പൂവെന്ന് നിൽക്കുന്നതുകൊണ്ട് മാച്ചുറായിട്ടുള്ള പ്ലാന്റാണ്. ഇനി അത് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ഷൂട്ട് വരുമ്പോൾ കരുത്തായിട്ടുള്ളതായിരിക്കും, പൂവ് നല്ല വലിയ പൂവായിട്ട് വരും. അപ്പോൾ ഇതിൽ ഈ ഇലകൾക്ക് ഇതുകൊണ്ട് ഇപ്പം എനിക്കൊക്കെ അല്പം ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആധികാരികമായിട്ട് പറയാനുള്ളൊരു ഇതില്ല. ചില ചെടികളുടെ ഇല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നതാണ് ഇതാണ്. ഇപ്പോൾ ടാഗ് മാറ്റിയെന്ന് വരിക ആരെങ്കിലും തിരിച്ചിട്ട് അത് നമുക്ക് മനസ്സിലാവും. വിലയിൽ വ്യത്യാസങ്ങളുണ്ട്. ചില ഇത് ഉഡോൺ റെഡ് എന്ന് പറയും. ഈ റെഡിൽ തന്നെ ഒരുപാട് ഷെയ്ഡുകളും പാറ്റേൺ മാറിയിട്ടുള്ള ഇതുകളുണ്ട്. പിന്നെ അത് പലർക്കും പല ഇഷ്ടം കളറിനോട് ഇതുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുണ്ടാവും. ഇതിൻ്റെ ഇല നോക്കൂ, ഇലയുടെ വ്യത്യാസം കണ്ട. ഇത് കാറ്റ്ലിയയിൽ പെടുന്നതാണ്. ചങ്ങായി പ്രൊസ്യൂഷൻ, ഇതൊക്കെ പുതിയ ചെടികളാണ്. ഇത് നോക്കൂ, ഇതിപ്പോൾ തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള ചെടിയാണ്. ഇതാണ് അവർ ടിഷ്യൂ കൾച്ചർ ചെയ്തത്. ഇതിനൊരു ഇത് കണ്ട, വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. വേരുകൾ വരുന്നു. ഇതിനെ വലുതാക്കി കൊണ്ടുവന്ന ഒരു ചെടി. ഇതിനിപ്പോൾ ഏകദേശം വില നമുക്ക് അറിഞ്ഞുകൂടാ, ഒരു എത്ര ഇതിട്ടുള്ള പുതിയ ഇത് നാമ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ പൂവിൻ്റെ കളറ്, പാറ്റേൺ ഇതെല്ലാം കിട്ടും. ഇത് വലുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും തോറും എസറ്റാണ് നമുക്ക്. പക്ഷേ ഇരിക്കാനോ പൂ കാണാനോ ഒന്നും കിട്ടുന്നില്ല, ആളുകളെ കൊണ്ടുപോയി. പിന്നെ ചിലർ അറിയാത്തൊരു അവരാജ്ഞത കൊണ്ടാണ് ചില ഇത്ര വിലയോ അത്ഭുതപ്പെട്ടു പോകും ചെറിയ ചെടികൾ. അപ്പോൾ പക്ഷെ അത് റയർ വെറൈറ്റിയാണ്, അതറിയുന്നവർ കളക്ഷനുള്ളവർ. ഇപ്പോൾ മണ്ണുത്തിയിൽ നിന്ന് വലിയ നഴ്സറി, ഇവിടുത്തെ തൃശ്ശൂരത്തെ കേരളത്തിലെ ഏറ്റവും വലിയ നഴ്സറി ഇതാണ്. അവരിവിടെ നിന്ന് പൂവ് ഇത് കൊണ്ടുപോയിട്ട് വയ്ക്കുന്നു. അവർ പരിചരണമൊന്നും അവർക്ക് പ്രശ്നമില്ല, കാരണം കസ്റ്റമർ വരുന്ന എടുത്തുകൊണ്ട് പോകുന്നു. അതേസമയം ഇവിടുത്തെ ഈ ചെടി കാലാകാലം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു വേണ്ടി നമ്മൾ പരിചരിക്കുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടുന്ന ഇതൊരുവിധം മാച്ചുഡായിട്ടുള്ള ഇതാണ്. ഈ ഒരു സെക്ഷൻ പൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചതാണ്. പക്ഷേ പൂവ് കാണാൻ കിട്ടുന്നില്ല. ഇത് അത് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇത് കണ്ടോ ചെടിയുടെ കാര്യത്തൊക്കെ. ഇത് യെല്ലോ 298 എന്ന് പറയാം എനിക്ക്. ഇത് വൈറ്റില വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വെറൈറ്റി, പിന്നെ അതിൻ്റെ വലിപ്പം, കരുത്താണ്. അത് മോഹനങ്കിളാണ് പറയുക, ആളാണ് അതിൻ്റെ ആധികാരികമായിട്ട് പറയാനും ഇതല്ല എനിക്കറിയാം. എങ്കിലും ഞാൻ അബദ്ധം പറഞ്ഞെങ്കിലോ എന്നുള്ള ഇതിലാണ്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്ന ഇതിൽ ചെടി കാണുമ്പോൾ ഇത്തിരി ചെറുത് തോന്നും. അത് മിനിച്ചർ ടൈപ്പാണ്, അത് വില കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഡ്രാഗൺ യെല്ലോ എന്നൊക്കെ പറയുന്നത്, ആ ഡ്രാഗൺ വെറൈറ്റിയിൽ വരുന്ന വില കൂടുതലാണ്. ചെടിയുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ സീഡ്ലിങ്. ഇതിന് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും അങ്ങോട്ട് പ്രൊമോഷൻ കൊടുത്ത് പോവും. അതിൽ നഴ്സറിക്കാർ കൊണ്ടുപോകണമെങ്കിൽ അത് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇതൊക്കെ പിന്നെ മൊക്കാറ വാൻ്റെ ഇതിലൊക്കെ പെട്ടിട്ടുള്ളതാണ്. ഇവരൊക്കെ കട്ടിങ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ചോദിക്കുന്നത്, ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലെ വേര് വരുന്നത് കണ്ടു.
പുതിയ ചെടി നമുക്ക് ഇവിടെ കട്ടിങ്സ് എടുക്കാം കുറച്ച് വലുതായി കഴിഞ്ഞാൽ. ഇപ്പോൾ ഹൈ ഹ്യൂമിഡിറ്റി, ചൂട് ഇതൊക്കെ അതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് എല്ലാം ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പൂവിടേണ്ട സ്റ്റേജ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റിലീസായിട്ടുള്ളൂ. അപ്പോൾ ചെടികളും തായ്ലൻഡിൽ വന്നാൽ ഇപ്പോൾ ക്വാറൻറ്റൈനിലൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അറിയുന്നത്. ഓർക്കിഡുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. രോഗങ്ങൾ ഉണ്ടാവുന്നത് അത് വിശദമായിട്ട് അങ്കിളിനെ പറയാൻ പറ്റുമോ? അപ്പോൾ ഈ വക ചെടികൾക്ക് രോഗങ്ങൾ വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഡെൻഡ്രോബിയത്തിന് ഇതുണ്ട്, അത് ഫെലനോപ്സിസിനൊക്കെയാണ് അഴുകിപ്പോകുന്നത്. പിന്നെ നമ്മളതിനുള്ള പ്രതിവിധിയുണ്ട്. പിന്നെ മാസത്തിലൊരിക്കലും ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു സാനിറ്റേഷൻ നടത്തും. അതൊക്കെ പിന്നെ വളങ്ങൾ ചെയ്യുന്ന ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഇവിടുത്തെ ഇത് ചെയ്യുന്നത്. പിന്നെ ചേട്ടനത് ഓർഗാനിക്കും NPK ഒരു ഇത് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന അപ്പോൾ പറയും. അത് സ്പ്രേ ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ ചെയ്യുമ്പോഴേ എൻ്റെ പുറകിലുണ്ടാവും. എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു തരും, കൂടെ നിന്നിട്ട് തന്നെ. അതിനൊക്കെ ഒരു കസ്റ്റമർ വന്നാൽ ചെടി എടുത്താൽ സംശയം ദൂരീകരിച്ച് തൃപ്തിയാക്കിയിട്ടേ വിടുവാണ്, എത്ര തിരക്കുണ്ടെങ്കിലും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. ഇനി അവിടെ നോക്കാം, ഒരു ചെടിയുടെ വെറൈറ്റികൾ നോക്കാം. ഇതൊക്കെ ഇത് എന്താ ബ്ലൂ ഇതൊക്കെയാണ്. ഇതൊക്കെ പൂവ്. പിന്നെ ചെടിയുടെ കരുത്ത് നോക്കുന്നത്, പുതിയ ഷൂട്ടുകൾ വരുന്നത്. അതാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ഒന്ന് പറയും, ഒരു കളറിന് പറയും, ഞാൻ എടുത്തു തരാം. പിങ്ക് ലേഡി സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. ആ കളർ പറയുന്നു. പിന്നെ കളറിൽ പാറ്റേൺ മാറും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡബിൾ കളർ വരും. എന്താ പറയുക, കണ്ട ഇതിലിപ്പോൾ നോക്കൂ, വൈറ്റ് ഫയറി NS5N എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടെ ശരിക്കും. ഇതാ ഡെൻ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോബിയത്തിന് ഡെൻ യെല്ലോ 50 എന്നാൽ ഡാർക്ക് യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ അതേമാതിരി യെല്ലോ എന്ന് പറഞ്ഞ ഒരു 10 ഇതിലും കൂടുതലുണ്ട്. ഇതാ പീച്ച്, ഹിറോഷി, ഇങ്ങനെ സ്പ്ലാഷ്. ഇത് സ്പ്ലാഷ് ഇനത്തിൽ ഇത്തിരി വില കൂടും, വലിയ പൂക്കളാണ്. പിങ്ക് ലേഡി സ്പ്ലാഷ്. ഓക്കെ, അതിൻ്റെ പൂവായിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അവിടെ ഇത് പിങ്ക് ലേഡിയുടെ ഒരു ഫസ്റ്റ് പൂവാണിത്. ഫസ്റ്റ് പൂവ് അത്ര കരുത്ത് വരില്ല, എന്നാലും അത് കിട്ടും. കാരണം ഇനി പുതിയ വരുന്ന ഷൂട്ട് ഇത് അതിൻ്റെ ചെടിയുടെ ഇതിൽ അതങ്ങ് വന്ന് വലുതായി വളർന്ന് വരുമ്പോൾ പൂക്കൾ കൂടുതലുണ്ടാവും. അവിടെ നിന്ന് പ്രൊമോഷൻ കിട്ടി വലുതായിട്ടുള്ളതാണ് കേട്ടോ. ഇതോ ഇനിതാ ഇവിടെ വരുമ്പോൾ തോന്നി ഇത് കുറച്ച് വില കൂടും. വില അങ്കിളിനെ അറിയുള്ളൂ. ഡെൻഡ്രോബിയം കിങ് ഡ്രാഗൺ എന്ന് പറയും. അതാ പൂക്കളുടെ വലുപ്പം, അതിൻ്റെ പാറ്റേൺ അതാണ്. അതേമാതിരി ഇതും അതേമാതിരി തന്നെയാണ്. പിന്നെ സൺഡേ റെഡ് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പൂക്കളുടെ ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇത് ഈ ചെടി ഒക്കെ വളരെ വില കൂടുതലുള്ള ചെടിയാണ്. പക്ഷേ ഇത് തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത് അവർ പാക്കിങ് ചെയ്തിട്ടുള്ളതാണ്. കണ്ട ഇതിൻ്റെ ഇത് ചെറിയ ഒരു പിങ്ക് കളർ മൾട്ടി കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വന്നിട്ട് മിനി യായയിൽ നിന്ന് വരുന്നതാണ്. ഇതൊരു കമ്പാക്റ്റം ടൈപ്പാണിത്. കമ്പാക്റ്റം എന്ന് പറയുന്നത് നല്ല ഇതിൻ്റെ സീഡ്ലിംഗ് ഉണ്ട്. വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർത്തണം. നിറയെ പൂവ് വരും. ഒരു 3 മാസം, ഞാൻ പറയുന്നതിൽ 2.5 മാസത്തോളം പൂവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നും പൂവെന്ന് പറഞ്ഞ മാതിരിയാണ്. വളരെ ഇതാണ് ഓർക്കിഡ് ചെടി. പൂക്കൾ നോക്കൂ, വൈവിധ്യമാണ്. ഇപ്പോൾ തണ്ട് ഒടിഞ്ഞു പോയി എന്നിരിക്കുക പൂവ്. ഒരു ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വാടാണ്ടിരിക്കും. കട്ട് ഫ്ലവറിന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ. പിന്നെ ഈ ചെടീനെ നമുക്ക് ഇതിൽ ചെറുതായാലും വലുതായാലും പാക്കിങ്ങിന് മതി. ഓൺലൈനിൽ കിട്ടും നമുക്ക്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതേപോലെ ഒത്തിരി പേരുണ്ട് സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ആഴ്ചത്തോളം വെള്ളവും വളവും ഒന്നും ചെയ്യാതെ എന്ന് വെച്ചാൽ ആ പാക്കിങ്ങിലേ ഇരുന്നോളും. ഇവിടെയൊക്കെ കരുതി വെച്ചിട്ടുണ്ട് അതിനുള്ള ഇത്. അപ്പോൾ ട്രാൻസിറ്റിൽ തായ്ലൻഡിൽ നിന്ന് വരുന്നു, വന്ന് ക്വാറൻറ്റൈനിലിരിക്കുന്നു. അപ്പോഴേക്കും അതിനുള്ള ഇതിൽ ചില ഹോർമോൺ മാതിരി എന്തൊരു ഇതുണ്ട്. അത് വിശദമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ പരിശോധിച്ചപ്പോൾ അപ്പോൾ അതിനുള്ള
ആഹാരം മറ്റേ ഇതുകളൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. ഈ പൂക്കൾ വൈവിധ്യമാണ്. പിന്നെ ഒരു പൂവ് ഇവിടെ നിന്ന് വിരിഞ്ഞ് ആ ലാസ്റ്റ് എത്തുന്നവരെ ആയാലും അത് കൊഴിഞ്ഞു പോവില്ല, അങ്ങനെ നിൽക്കും. അപ്പോൾ അത് നോക്കൂ, ആ ഒരു പൂ നോക്കുക, എനിക്ക് അതിൻ്റെ പേരറിയില്ല, പക്ഷേ പൂ ദിവസം ചെല്ലുമ്പോൾ വലുതായി വരുന്നുണ്ട് അത്. അപ്പം അതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കാം നമുക്ക്. പിന്നെ പുതിയ തൈകൾ ഉണ്ടായി വരും. അത് അത്ര അതില്ലെങ്കിലും കണ്ടമനം നിറയെ പൂവുണ്ടാവും അത്. ഇവരെ നോക്കൂ, അവിടെ നമ്മൾ ബാസ്ക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞത്, ഇവർ ഈ ചെടി ഇതിലാണ് പിടിപ്പിക്കൽ. ഇതിന് വേണ്ട അത് അങ്കിള് അതിനെ ഒരു ചട്ടി എടുത്തു, അതിൻ്റെ ഉള്ള ഇത് ഫിക്സ് ചെയ്തു, PVC പൈപ്പ്. ഇനി ഇതിൽ ഇവിടെ വെച്ചിട്ട് ഒരു സപ്പോർട്ട് കെട്ടി കൊടുത്താൽ മതി. പോട്ടിംഗ് മെറ്റീരിയൽ ആവശ്യമില്ല ഇതിന്, കാരണം ഇത് അന്തരീക്ഷത്തിൽ നിന്ന് അതിന് വേണ്ടുന്ന ആഹാരം ഇതുള്ള ന്യൂട്രൻ്റ് അത് വലിച്ചെടുക്കും. ഇത് ഈ ചെടികൾ നോക്ക്, ഇവിടെ ഇതേമാതിരിയുള്ള ചെടികളായിരുന്നു. നോക്കൂ, ഇത് എന്തെന്ന് തൃശാര, വലിയ പൂക്കളാണ്. കാറ്റ്ലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്, അതിൽ ഉണ്ടാവുന്ന പൂമാതിരിയാണ്, വലുതായിട്ട് നിൽക്കും. അത് ഇതിലേക്ക് പോട്ടിലേക്ക് മാറ്റി അതിനെ ടൈറ്റ് ചെയ്ത് നിർത്തി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എനിക്ക് കാണിച്ചു തന്നു. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യും. വിശ്വാസം വരുമ്പോൾ പിന്നെ ഇവിടെ ഞാൻ തന്നെ ചെയ്യും, കാരണം പുള്ളി അത്രയും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നതാണ് ചെയ്യുന്ന ജോലിയിൽ. പൂക്കൾ ഇതൊക്കെ കാലിയായതൊക്കെ ഇത് മദർ പ്ലാന്റ് ആയിട്ട് ഇവിടെ ഷോ പീസായിട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും നല്ല കസ്റ്റമർ വരുമ്പോൾ ആൾ കൊടുക്കും. എന്ന് വെച്ചാൽ പൂക്കൾ ഇഷ്ടപ്പെട്ടു വരും അത്രയും. അത് പിന്നെ ഇതൊരു ചെടി ഇതായിക്കോളും. പൂവിടേണ്ട സമയമായിട്ട് വരുന്നത് ഇത് പോയി. ഇതിലൊക്കെ വെറൈറ്റികളാണ്. ഇതിലും പേരുകളൊക്കെ ഇനി നോക്കി പഠിച്ചിട്ടുണ്ടാക്കി എടുക്കണം. ഇത് ടെറേറ്റ് വേണ്ട, ഇത് വില കൂടുതലുള്ള ചെടിയാണ്. കണ്ട, ഇതൊക്കെ പ്രൈസ് ടാഗ് ഇട്ടിട്ടില്ല. ഇത് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി വരുമ്പോഴാണ്. നഴ്സറിക്കാർക്ക് ഹോൾസെയിൽ പ്രൈസിലൊക്കെ കൊടുക്കും നമ്മളിപ്പോൾ വീട്ടിലുള്ളവർ. കാരണം എത്ര തൈകൾ എടുത്താലാണ് ഹോൾസെയിൽ പ്രൈസ്? അങ്ങനെയൊന്നുമില്ല. ചേട്ടന് കസ്റ്റമറാണ്, ഇപ്പം സ്ഥിരം കസ്റ്റമറുണ്ട്. പുതിയ കസ്റ്റമർ വരുമ്പോൾ ഒന്നും കൂടി പ്രോത്സാഹിപ്പിക്കും, കാരണം വീണ്ടും വരണം എന്നുള്ളവർ. പിന്നെ ഇത് ലിപ്സ്റ്റിക് ബ്രാൻഡ് എന്ന് പറയും. പൂവ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നല്ല ഇതിൽ നമുക്കിതിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് തൈകൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. തൂങ്ങിക്കെടുക്കുമെന്ന് അറിയണം, ഭംഗിയാണെന്ന് പറഞ്ഞു. ഒത്തിരി പേര് കൊണ്ടുപോകുന്നുണ്ട്. ഇല്ല, ഇതിലും ഇതൊക്കെ വെറൈറ്റികളാണ്. ഓരോ ഇതിലും ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റി ഇല്ല. ഇതും അവിടെ കണ്ട ചെടിയിലെ ഇതാ ഇനി നോക്കൂ, ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ വെയിൽ കൊണ്ടാൽ എന്താ സംഭവിക്കുന്നത്? ഈ സൺ ബേൺ വന്നിട്ട് കണ്ട ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതാ അങ്കിള് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് പേടിയായി ചെടി നശിച്ചു പോയി എന്നുള്ളത്. പക്ഷേ ചെടി ഇതിനെ സർവൈവ് ചെയ്തിട്ട് ഇനി വരുന്ന ഇലയുണ്ടല്ലോ, അതാ ഇത്രയും ചൂട് വന്നിട്ടുണ്ട്, വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനായിട്ട് ഇനി വരും. ആ ഇലയ്ക്ക് അപ്പോൾ ഈ വക പ്രശ്നങ്ങളുണ്ടാവില്ല എന്നാൾ പ്രൂവ് ചെയ്യാണ് നമുക്ക്. അപ്പോൾ ചിലർ വരുമ്പോഴേ ഞാൻ പറയും അത് എടുക്കണ്ട, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് പറഞ്ഞ് പേടിക്കേണ്ടതെന്ന് പറയുന്നത്. നമ്മൾക്ക് പേടിയില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചത് ചെടി നശിച്ചു പോകുന്നു. പക്ഷേ അതിന് ഒന്നും പറ്റില്ല. ഇതിവിടെ കണ്ട, ഇതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി കണ്ട. ഇനി ഇപ്പോൾ 2 നേരം നനയ്ക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചൂടിന്. അതായത് നമ്മളത് നോക്കാം, ചെടിയുടെ ഇതിൽ ഈർപ്പം എത്രയുണ്ട്, ഡ്രൈ ആയി പോകുന്നുണ്ടോ. പേരുകളൊക്കെ വൈവിധ്യമായ പേരുകളാണ് ഓരോ സമയത്തും വരുമ്പോൾ. ഇത് ഡെൻഡ്രോബിയം മെനിൽ ഉറൈവാൻ എന്ന് പറയും, ഒരു ഡാർക്ക് ടൈപ്പ് എന്ന് പറയുന്നത്. മഞ്ഞയിൽ റെഡ് എന്ന് പറഞ്ഞത്. അപ്പം നെറ്റിൽ നോക്ക്, നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്കും കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാം, പരീക്ഷണങ്ങൾ നോക്കാം എന്നുള്ളത്. ഇപ്പം നമ്മൾ റെഡ് അവിടെ ഒരു ഇത് കണ്ടു, ഇതിൽ കണ്ട റെഡ് പോഫ്, റെഡ് 90, അതുമാതിരി ഗിഫ്റ്റ് ബൈ ഗോൾഡ്. ഇതൊക്കെ ഒരു ചെടി ഉണ്ടായിരുന്നു ലാസ്റ്റ് വന്നത്, ഇപ്പം ഇന്നലെ വന്നതാണ്. ഇത് പ്രൈസ് ടാഗ് വന്നിട്ടില്ല. ചെടികൾ ഇപ്പോൾ നിങ്ങൾ വേറൊരു നഴ്സറിയിൽ പോയി നോക്കൂ, നമ്മളവിടെ കമ്പാരിഷൻ വരുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്, എങ്ങനെ എത്രമാത്രം ഇതുണ്ട്. ഇതിപ്പോൾ പുതിയത് വന്നതാണ്, ഇതിപ്പോൾ എത്ര ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ഇതൊക്കെ പുതിയ ചെടി, ഞാൻ എൻ്റെ ലിസ്റ്റില്ലാത്ത ഒരു 40 വെറൈറ്റി പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇത് കണ്ട ക്രാറ്റം, നാഗ്ഡാമി, പൂവിൻ്റെ ഇതിലൊക്കെ കളറ് വ്യത്യാസങ്ങളുണ്ട്. ഇത് ഫെലനോപ്സിസ് ആണ്. ഇതിൽ വലിയ ഇതിൽ 2 ഇത് വരുന്നുണ്ട്, മിനിയേച്ചറും വരുന്നുണ്ട്, കൊലവലയായിട്ട് പൂ വരുന്നത്. ഇത് വലിയ
അതിൽ പിന്നെ കളറാണ്, കളറും അതിനകത്ത് വരുന്ന പാറ്റേൺ ഡിസൈൻ അതുകളാണ് കണ്ട. നല്ല കരുത്തായിട്ടുള്ള ചെടികൾ, ഇലകൾ. ഇതിൻ്റെ സീഡിലേക്ക് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ വേറെ സെക്ഷനിലേക്ക് വെച്ചിരിക്കുകയാണ്. ഇത് പൂവ് കഴിഞ്ഞ് വന്നിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനെ, ഈ ചെടി. അപ്പോൾ നമുക്ക് ഈ കപ്പിൽ നിന്ന് മാറ്റി അതിൻ്റെ പോട്ടിംഗ് മെറ്റീരിയൽ വെച്ച് ഇത് ചെയ്തു. ഇനിയൊരു വളർച്ച വന്ന് അതിൻ്റെ ഒരു സീസൺ വരുമ്പോൾ നമ്മൾ ഇനി ഇത് കണ്ട ഇതിലെ പൂ ആദ്യം വന്നതിലുള്ളതാണ്, ഇപ്പോൾ അടുത്ത് വന്നതാണ്. ഇതിപ്പോൾ ആൾക്കാർ കസ്റ്റമർ വിളിച്ച് ചോദിച്ചു തുടങ്ങി ഞങ്ങളുടെ വന്നോ. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ അവർക്ക് ഒന്നിച്ചെടുക്കാന്നുള്ളത്. അകലന്ന് വരുമ്പോൾ പൂവില്ല എന്ന് പറഞ്ഞാൽ ചിലർക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചത് പോലും നമുക്കത് സംരക്ഷിക്കാൻ പറ്റാതെ അവരെടുത്തുകൊണ്ട് പോയി മറ്റുള്ളവർ. അത്രയും നല്ല കസ്റ്റമർ. പിന്നെ കാറ്റ്ലിയ ഇനത്തിൽപ്പെട്ടതാണത്. അതിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ കാര്യമായി കിടക്കുന്നൊക്കെ പൂക്കൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ എടുത്ത് പോകുന്നതാണ്. ഇത് ഓൺസീഡിയം എന്ന് പറയും. അപ്പോൾ ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, ഓൺസീഡിയം എന്നുള്ള രീതിയിൽ വന്നു. ഇതൊക്കെ ഇവിടെ പ്ലാന്റ് ചെയ്യണം. അപ്പോൾ ഇരിക്കും തോറും നല്ല പൈസ കിട്ടും. ഇനി അതിനെ ചട്ടിയിലേക്ക് മാറ്റും. ഇതിന് ഇത്തിരി വില കൂടിയതാണ് ഡെൻഡ്രോബിയത്തിൽ. ആ പാറ്റേൺ അതിനനുസരിച്ച് ഇതാണ് ചെറി ബേർഡ് എന്ന് പറയും. ഇതും കാറ്റ്ലിയ ഇനത്തിൽ ഇൻസൈക്ലിയ എന്നൊക്കെ പറയുന്നത്. ബിഗ് ചെറി ബെഡ്. ഇതിലേ അങ്ങ് പോകുന്നുള്ളൂ. ഇതൊക്കെ ഇവിടെ ഞങ്ങളൊരു ചേഞ്ച് വരുത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വാളൊക്കെ ഇത് ചെയ്തിട്ട് വരും. ഇതാണ് ഓൺസീഡിയത്തിൽ. ഇത് ഫ്രാഗ്രൻ്റ് ഉള്ളതുണ്ട് ഇതിൽ. അതിനൊക്കെ വില ഇത് ഫ്രാഗ്രൻസ് സുഗന്ധം ഉള്ള കൂടുതലുള്ളതാണ്. അത് സുഗന്ധമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഡെൻഡ്രോബിയത്തിന് അങ്ങനെ സ്മെല്ലില്ല വാങ്ങിയപ്പം. ഇത് കണ്ട സ്വീറ്റ് ഹാർട്ട് ഇതിൻ്റെ വെറൈറ്റി എല്ലാത്തിനും പേര് വെച്ചിട്ടുണ്ട്. ഇതിൽ നല്ല വൈറ്റ് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. പൂവ് കാണാൻ കിട്ടുന്നില്ല. ഇതൊക്കെ ഇതിലൊക്കെ വേറെ ഇതുകളാണ്. കാറ്റ്ലിയരെ സീഡ്ലിങ് കഴിഞ്ഞിട്ടുള്ള ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ പൂ വരും. ഈ ചെടികളാണത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെ നല്ല കരുത്തുള്ള ചെടി വാങ്ങിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ 2 വാങ്ങിക്കുമ്പോൾ ഇതൊരു 6 വാങ്ങിക്കും. ആ പൈസ വരും. കാരണം അത്രയും നമ്മൾ വളർത്തിയെടുത്തത്. അപ്പോൾ ഇത് ചെടീനെക്കുറിച്ച് അറിയുന്നവർ അത് വാങ്ങിക്കും. അപ്പോൾ ഞാനും അങ്ങനെയുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത്. അത് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ നിറഞ്ഞു കാലത്ത് വന്ന് വേരെല്ലാം പുറത്തേക്ക് വന്ന് ഇത് വരുമ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റേജിലേക്ക് ആക്കിയിട്ട് 1 മാസമായിട്ടുള്ളൂ. ആദ്യം ചകിരിനാരിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു സ്റ്റേജിൽ വന്നു. ഇതിനിപ്പോൾ 1 കൊല്ലത്തോളം ഇരിക്കും. ആണെങ്കിൽ എത്ര വേണമെങ്കിലും നമ്മൾ ഇരുന്ന് വേര് പുറത്തേക്ക് വരുന്നു. എടുത്തിട്ട് പിന്നെ അതിൻ്റെ പോട്ടിംഗ് മെറ്റീരിയൽസ് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കണ്ട. ഇതിനൊക്കെ ഇങ്ങനത്തെ ചട്ടി മതി. അതിന് ചാർക്കോൾ ഉപയോഗിക്കും. തൊണ്ട്, കൊക്കോപീറ്റിൻ്റെ തൊണ്ടുണ്ട്, അത് കട്ട് ചെയ്ത്. പിന്നെ ഓട് കഷ്ണം അങ്ങനെ കുത്തി നിറയ്ക്കല്ല, ഗ്യാപ്പുകളൊക്കെ വരും. എന്നാലും ടൈറ്റായിട്ട് ചെടി അതിൽ ഇരിക്കണം. അപ്പോൾ അത് ഇതിൽ ഈ ചെടി എടുക്കത്തില്ല. എവിടെ പൂ വന്നതുണ്ട്? അവിടെ ഒരെണ്ണം പൂ വന്നതുണ്ട്. കണ്ട ഇത് ഫ്ലേക്സ് ചിപ്സ് എന്ന് പറയാം, കൊക്കോ. ഇതുണ്ട് ഇതിലിപ്പോൾ ഓട് കഷ്ണം കാര്യമായിട്ടില്ല. അതിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ പുതിയ അത് വരുന്നു. ഇനി പൂ വന്നു പോയി. ഇത് ഗ്രീൻ റെഡ് ലിപ്പാ. അപ്പോൾ ഗ്രീൻ റെഡ് ലിപ്പ് ഗ്രീനിൽ ലൈറ്റ് ഗ്രീനിൽ റെഡ് ഉള്ളിൽ പൊട്ട് കാണാൻ വൃത്തിയാ. ദളത്തിൻ്റെ പുറത്തു കൂടെ ഒരു റെഡ്. വലിയ പൂവാണ്. എപ്പോഴും ഈ പോട്ട് കണ്ടാലേ ഈ വലിയ പൊട്ട് കണ്ടാൽ നല്ല ചെടിയായിരിക്കും. സാധാരണ ചെടിയിൽ നിന്ന് പോട്ടിന് ഇതിന്ന് അതിൽ വ്യത്യാസം പോട്ട് മാറിയിട്ട് ചെടി നല്ല നന്നായിരിക്കും. ഇത് തുളുമണയിൽ ഇപ്പോൾ 2 പൂ വന്നിട്ടുള്ളൂ.
ഇതിൻ്റെ സീഡ്ലിംഗ് ആണ് ഇവിടെയുള്ളത്. ഇതാണ് അത് സീഡ്ലിംഗ്. ആ ചെടി വലുതായതാണ്. ഇത് വെറൈറ്റിയാ. ഇതാ ഇതിലെ മാതിരിയുള്ള കാറ്റ്ലിയല്, ജിമ്മി, ക്രിക്കറ്റ്, സൂപ്പർ ബഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി കണ്ട. അതിൻ്റെ ഇത് കണ്ട. ഇതിൽ വേറെ കളർ വരുന്നുണ്ട്. ഇത് ഡെൻഡ്രോബിയത്തിലെ ഹൈബ്രിഡ് ജെൻകിൻസ് എന്ന് പറയും. അത് ഇത് അയനോപ്സിസ് എന്ന് പറയുന്ന ഇത് വെറൈറ്റി ഇല്ല. അതിൽ പൂവൊന്ന് ഇതിൻ്റെ പൂവൊന്ന് ആദ്യം വെള്ള പൂവ് വരും, പിന്നെ അത് നീല കളറാവും. നല്ല നല്ല വിലയുള്ള ചെടിയാണ് അയനോപ്സിസ്. ഒരു കസ്റ്റമർ ഒരെണ്ണം ചോദിച്ചപ്പോൾ ഒരു 10 ഓർഡർ ചെയ്തു. അപ്പോൾ അതിൽ പോയി ഇത്രയും ബാക്കിയുള്ളൂ. ഇത് സൂര്യ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലവറാണ്. അതിൻ്റെ ഒരു സീഡ്ലിങ് വന്ന് ചകിരിയിൽ നിന്ന് മാറ്റി ഇതിലേക്ക്. ഇനി അത് നല്ല ഗ്രോത്ത് വരുമ്പോൾ അത് വിറ്റ് പോകുന്നുണ്ട്. നമ്മളവിടെ മിനി യായ എന്ന് പറഞ്ഞിട്ട് കണ്ട ചെടി ഉണ്ടല്ലോ, ഒരു കോമ്പാക്ഷൻ ടൈപ്പ്, അതിൻ്റെ ചെറിയ ഇതാണ് തൈകൾ. അപ്പം മേച്ചറായിട്ട് വാങ്ങിക്കാൻ ആൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇത് 2-3 എണ്ണം വാങ്ങിക്കുക. അത് പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ വലുതായി കിട്ടും. പിന്നെ അതിൻ്റെ ഇത് തന്നെയാണ് ഇത്. ഇതിലെല്ലാം ഇത് വേണം. ഇനി നമ്മളവിടെ പൂവിട്ട് കണ്ട ഫെലനോപ്സിസിൻ്റെ സീഡ്ലിങ് വന്നതാണ്. ഇതാണ് അതിൻ്റെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് കഴിഞ്ഞ് ഹാർഡനിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സെക്കൻഡ് സ്റ്റേജിൽ. അപ്പോൾ ഇതാ നോക്കൂ, ഇതിൻ്റെ പോട്ടിങ് മെറ്റീരിയൽ നോക്കൂ. ഇത് ഇങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. വേരുകൾ നമുക്ക് ട്രാൻസ്പെറൻ്റായിട്ട് ഇതിൽ കാണാം. ഇത് വരുന്നു ഇവർക്ക് ആവശ്യമുള്ള ഇത് മിനിയേച്ചർ ടൈപ്പ്, വലിയ ടൈപ്പും വരുന്നുണ്ട് അതിൽ. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതിനുള്ള ഇവിടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട് അവർ, KZ എന്നൊക്കെ പറഞ്ഞിട്ട്. കളറാണ് A എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോഡ് കൊടുത്തിട്ടുള്ള ഷീറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിലും അത് തന്നെയാണ്. ഇതൊക്കെ വില ഉള്ള ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇത് കണ്ട, ഇതിൻ്റെ പോട്ട് ഇത്തിരി വലിയ പോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വലിയ വില കൂടിയ ചെടിയുടെ സീഡ്ലിങ് വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് 80 ഉറുപ്പികൊക്കെ ഉണ്ടായിട്ട് എല്ലാം പറക്കിപ്പോയി. അപ്പോൾ തിരിവ് വന്നതിനെ എടുത്തു കൊണ്ടുവന്ന് ഞങ്ങൾ വേണ്ടുന്ന റെസ്ക്യൂ ഇതൊക്കെ കൊടുത്ത് അവരെ പുനർജീവിച്ച് കൊണ്ടുപോയിരുന്നു. നല്ല വില കൂടിയ ചെടികളുണ്ട്. ഇത് റോസ് ബെറ്റി ബ്ലൂ സീഡ്ലിംഗ് ചെടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഒരു പോട്ടിലേക്ക് ഇതേമാതിരി ഉള്ള ഇതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇതിനെ തൊണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ 1 മാസം ഇട്ട് വയ്ക്കും. കറ കളഞ്ഞിട്ട് ചതയ്ക്കും, ഒന്നൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഇതിൽ ചുറ്റിയിട്ട് ഇതിൽ പ്രസ് ചെയ്ത് വയ്ക്കും. പിന്നെ അതിലൊരു വർഷത്തോളമൊക്കെ ഇരുന്നോളും ചെടിക്ക്. ഇതാണ് തായ്ലൻഡിൽ നിന്നായാലും വരുമ്പോൾ വരുന്നത്. ഇത് സ്റ്റാൻഡിൽ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 15 ചെടി വയ്ക്കാം ഇതിൽ. അത് ഇത് കപ്പ് ചെടി വന്നത് ഇതിൽ 1 വെച്ചു. ഇങ്ങനെ 3 എണ്ണം 5 എണ്ണം ഇങ്ങനെ 15 ചെടി. അപ്പോൾ നമ്മൾ അതിനുള്ള സ്റ്റാൻഡ് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അപ്പോൾ ഇരിക്കുന്നതൊക്കെ ഇതിലാണ്. എല്ലാം പ്ലാസ്റ്റിക്കാണിത്. ഈ മെഷർമെൻ്റ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്. ഇത് എവിടെ ഇന്ത്യയിൽ ഇപ്പോൾ എവിടെ വയ്ക്കാലും ഇത് ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് 4 ഇഞ്ച് 3 ഇഞ്ച് ഇതിൽ വരുന്ന കപ്പ് ഇതിലിരിക്കും. ഇതുണ്ട്. ഇതൊക്കെ വിൽക്കാനും പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിനും പഴയതിനെ മാറ്റി പുതിയ ചെടികളൊക്കെ വരുമ്പോൾ ഒന്ന് മാറ്റി ഒന്ന് അതൊക്കെ. പിന്നെ ഇതിപ്പോൾ വന്നതാണ്. ഇതിപ്പോൾ എത്ര ദിവസം ഒരു നഴ്സറിക്കാർ കൊണ്ടുപോകും, വീട്ടുകാർ കൊണ്ടുപോകും. പലരും അന്വേഷിച്ചുമായിരുന്നു, കിട്ടുന്നില്ല. ഇത് അന്വേഷിച്ചാൽ എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല. പിന്നെ അതിൻ്റെ ചട്ടികൾ, അതിന് വരുന്നതുകൾ ആയിട്ട് നല്ല ഇതായിട്ടുള്ള പ്ലാന്റുകളാണ്. പൂവിട്ട് വരുമ്പോൾ ഇതൊക്കെ പൂവ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇത് ചിലപ്പോൾ ചോദിച്ചാൽ കൊടുക്കില്ല. അത് സാധാരണ അതിൽ. പക്ഷേ നല്ല കസ്റ്റമർ വരുമ്പോഴും അവർക്ക് കൊടുക്കും. കാരണം ഞങ്ങളുടെ അടുത്ത് ഉണ്ട് ചെടികൾ. അപ്പോൾ ഓർക്കിഡിന് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ഇതാണ്. വേറെയും പല വെറൈറ്റി ഉണ്ടായിരുന്നു. ആൻഡോറി മറ്റേ ഇതുണ്ടായിരുന്നു, ആഡീനെ ഒക്കെ ഒഴിവാക്കി. ഇനി ഇതിൽ തന്നെ കുറേയും കൂടിയും വെറൈറ്റി കിട്ടാവുന്നത് ചെയ്യാമെന്നുള്ളത്. എന്നിട്ട് അവിടെ വരെ ഫുൾ ചെടികളാണ്. പൂത്ത് നിൽക്കുമ്പോൾ ആദ്യത്തെ മാതിരിയുള്ള ഇതില്ല. ഇപ്പം പരീക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരീക്ഷണമൊന്നുമില്ല. നമ്മൾ പരീക്ഷിച്ച് നോക്കും. അത് വിജയിക്കുകയാണെങ്കിൽ തുടർന്ന് അതുകൊണ്ട് ചെയ്യത്രേ ഉള്ളൂ. ഇത് വന്നിട്ടാണ് നമ്മൾ മുക്കാറ എന്ന് പറയും. മുക്കാറ പിടിപ്പിക്കുന്ന വിധമൊക്കെ തന്നെ ഞാനാണ് ഇപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുള്ളത്. വേറെ ആരും ഇപ്പോൾ കേരളത്തിൽ
ഈ രൂപത്തിൽ ആരും ചെയ്തിട്ടില്ല. ഞാനാണ് ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുക്കാറ ഇങ്ങനെ ഒരു ചട്ടിയിൽ സിമെൻറ്റ് ചെയ്ത് പൈപ്പ് പിടിപ്പിച്ച് വേറെ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ദ്വാരം അടഞ്ഞു പോകാതൊക്കെ നോക്കണം. ഈ ദ്വാരം അടഞ്ഞു പോകരുത്. അല്ലെങ്കിൽ ചെടി വലുതാകുമ്പോൾ ചെടിയുടെ വേരുകൾ ഈ ദ്വാരത്തിൽ കൂടെ വന്നിട്ട് ദ്വാരം അടയ്ക്കും. അപ്പോൾ മഴക്കാലം വരുമ്പോൾ വെള്ളം കെട്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കരിയിടരുത്, മെറ്റലിടണം. അത്രേ വേണ്ടൂ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് എന്താ? ബെനിഫിറ്റ് ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകുന്നതുകൊണ്ട് ചെടി നശിക്കരുതല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തത്. എല്ലാവരും കരിയും കട്ടയും കല്ലും ഒക്കെ ഇട്ട് കുത്തി നിറച്ചിങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൽ വെറുതെ ചെടിയിൽ വെച്ച് കെട്ടാം. ഇതേ കെട്ടിയിരിക്കുന്നു. അത് ഒന്നല്ല 2 എണ്ണം വേണമെങ്കിൽ ചെയ്യാം. 2 എണ്ണം 2 ചെടിയിൽ വെച്ച് കെട്ടാം. പിന്നെ ഈ ചെടി വലുതാകുമ്പോൾ ഈ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരുവിധം ആൾക്കാർ ഇത് കണ്ടിട്ട് ചെയ്തു തുടങ്ങി. അവർക്ക് രോഗത്തിനെ പറ്റിയിട്ട് രോഗം വരുന്നു, അതെങ്ങനെയാണ്, ഇല പഴുക്കൽ എങ്ങനെയാണ്, ഇല കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഇലപ്പുള്ളി വരുന്നുണ്ട്, അങ്ങനെ അതിനൊക്കെ മറുപടി കൊടുക്കാറുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മരുന്ന് എവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വല്ല മരുന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പാർട്ടിക്കാരെങ്കിൽ നമ്മൾ കൂടുതൽ ചെടിയൊക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ ഇവിടെ കൊടുത്തുനിന്ന് വരും. അത്ര തന്നെ. ചിലർക്കൊന്നും പുറത്ത് മരുന്ന് മേടിക്കാൻ കിട്ടാതെ ചില ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ചിലപ്പോൾ ചെടി കൊണ്ടെടുത്താൽ അവരിനൊക്കെ കൊടുക്കും. എന്തൊക്കെ രോഗങ്ങളാട്ടോ രോഗങ്ങൾ വരാതെ ഇല വഴുക്കൽ, ഇല ചീച്ചൽ, ഇലപ്പുള്ളി, ഇല കരിച്ചൽ, ഇല കൊഴിച്ചൽ, ഇത് കൂടാതെ ഇല വാട്ടം, കൊലവാട്ടം, അങ്ങനെ പല രോഗങ്ങളും ഇത് വരുന്നുണ്ട്. അതിനപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ വളം മരുന്ന് ഉപയോഗിക്കണം. വെറൈറ്റി നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇപ്പോൾ ഡെൻഡ്രോബിയം ഒരു വെറൈറ്റിയാണ് എങ്കിൽ അങ്ങനെ പല വെറൈറ്റിയിൽ എത്ര ഷെയ്ഡ് ഉണ്ടാവും ഇവിടെ? എന്നെയൊക്കെയല്ല അറിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ പിടിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ, ഏകദേശം അറിയാലോ. ഒരുപാടുണ്ട്. അപ്പോൾ കാണുന്നവർക്കും അറിയാമല്ലോ എത്രയുണ്ടെന്നുള്ള വിവരം. ഞാൻ പറയുന്നവർക്കുള്ളവർ നേരിൽ അറിയാമല്ലോ. അല്ല, മിക്ക ആൾക്കാർ പൂ കണ്ടിട്ട് അത് ആസ്വദിച്ചിട്ടാണ് സാധനം കച്ചവടം ചെയ്യുന്നത്. വരുന്നവർക്ക് ചെടിയെ പറ്റിയിട്ട് ചിലവർക്ക് വിവരമുണ്ട്, ചിലർക്ക് വിവരമില്ല. അപ്പോൾ നല്ല പൂവാണ് കണ്ട് അവർ മേടിച്ചു. പിന്നെ പരിചരണ കാര്യമൊക്കെ നമ്മളോട് ചോദിച്ചറിയുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നടക്കുന്നുണ്ട്. ക്ലൈമറ്റ് ഓർക്കിഡിൽ ചില ചെടികൾക്ക് ക്ലൈമറ്റ് പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഫെലനോപ്സിസ്, ആ പൂവുള്ള ചെടി എടുത്തില്ലേ, അത് ഫെലനോപ്സിസ് ആണ്. അത് കൂടുതൽ ചൂട് അതിന് പാടില്ല. അത് കൂടിയാൽ 25% ചൂടാണ് ആവശ്യം. അതിന് കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല, ചെടിയൊക്കെ നന്നായി വരും. പക്ഷേ പൂവിടാൻ ഇത്തിരി 10-20% വേല ആവശ്യമാണ് താനും. എന്നാലും ഇപ്പോൾ ഈ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ, ജൂൺ മഴ പെയ്താലും മഴയില്ലാത്ത സമയത്ത് നല്ല ചൂടാണ്. ഈ സമയത്തൊക്കെ മറ്റുള്ള ചെടികൾക്ക് ചിലപ്പോൾ ഇല മഞ്ഞയ്ക്കാനൊക്കെ, ഇല പഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. മഴക്കാലം തുടങ്ങിയാൽ പിന്നെ രോഗങ്ങളുടെ വരവായി. ഉണ്ട്. എല്ലാ സംശയവും, നിങ്ങൾ ഓർക്കിഡ് സംബന്ധമായ ഏത് സംശയങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൃത്യമായ മരുന്ന് പറഞ്ഞുതരും. അത് നിങ്ങൾക്ക് ശരിക്കും എൻ്റെ അനുഭവത്തിലുള്ള മരുന്നാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് പ്രയോഗിക്കാം. നിങ്ങൾക്ക് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് അത് അനുഭവിച്ചറിയാം. ഇല്ല, ഇത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വീട്ടിൽ ഭംഗി പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്നത് തന്നെയാണ്. അങ്ങനെയുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ എടുക്കുന്ന ഡെൻഡ്രോബിയം കൂടുതലെടുക്കുന്നത്. പിന്നെ കുറേ വേറെ ചില പാർട്ടികൾ ഡെൻഡ്രോബിയം തന്നെ വീട്ടിൽ കുറേ വന്നു. അപ്പോൾ അവർ വേറെ ഒന്നിലേക്ക് കിടക്കും. പിന്നെ കിടക്കുന്ന നേരെ വാൻഡയിലേക്കാണ്. അതോടൊപ്പം തന്നെ ഒരു ഫെലനോപ്സിസ് മിക്ക ആൾക്കാരും വയ്ക്കുന്നുണ്ട്. ഫെലനോപ്സിസ്, ഈ വാൻഡ, ഫെലനോപ്സിസ്, മുക്കാറ, ഇതൊക്കെ തന്നെയാണ് ഡെൻഡ്രോബിയം. ഇത്തരം ചെടികളാണ് കൂടുതലും വിറ്റ് പോകുന്നത്. പിന്നെ ചില ചെടികൾക്ക് പൂക്കൾക്ക് ഭയങ്കര ഭംഗിയാണ്, മനോഹരമാണ്. അങ്ങനത്തെ ചെടികൾക്ക് പൂത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങ് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവിടെ വീട്ടിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ചെടികൾ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അത്തരം ചെടികൾ ഇവിടെ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കും. ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അത് വലിയ ചെടിയാക്കിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ മെയിൻ്റനൻസ്, ചെടി റിപ്പോർട്ട് ചെയ്യണോ, അവിടെ വേണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾ പോയിട്ട് അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചാർജ് അയാൾക്ക് പോകാനും ഒരാൾ കാശ് കൊടുക്കണോ, 500 രൂപയും കൊടുക്കണോ, അത്ര തന്നെ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുന്നത് ഈ മാംഗോ സബും കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്ന മരുന്നാണ് ഉപയോഗിക്കുന്നത്. അതിൽ കൊടുത്താൽ ചീച്ചൽ മാറും, ചെറിയ മഞ്ഞളിപ്പ്, ചെറിയ കരിച്ചിൽ, എത്രയൊക്കെ മാറ്റം വരും, അത്ര തന്നെ ഉള്ളൂ. പ്രധാനം അതിൽ കൊടുക്കുന്ന മാംഗോ സബ് ചീച്ചൽ രോഗം മാറും, അത്ര തന്നെ.
ഫ്ലവർ ചെയ്യാനുള്ള സമയത്ത് എങ്ങനെയാണ്? ഫ്ലേവർ ചെയ്യാനുള്ള സമയത്ത് ഫ്ലവറിങ്ങിൻ്റെ അത് തുടർച്ചയായിട്ട് പെർമനൻ്റ് ആയിട്ട് സാധാരണ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോർമോൺ കൊടുക്കേണ്ട ആവശ്യം കൊടുക്കണം. ചെടിക്ക് നമ്മൾ വളം കൊടുത്താൽ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ 13, 27 ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഒരു പ്രൈമറി ഫുഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൂടാണ്ട് പല വളങ്ങളും അതിൽ ചേർത്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പോഴാണ് അതിൻ്റെ യുവത്വം അത് നിലനിൽക്കുള്ളൂ. ചെടി എപ്പോഴും അതിൻ്റെ യൗവനം നിലനിർത്തി കൊണ്ടുവന്നാലേ വേഗം വാർദ്ധക്യം ബാധിക്കും. അങ്ങനെ വന്നാൽ ആ ചെടി വേഗം വില കൊഴിഞ്ഞ് തണ്ടുകളായി മാറുന്നു. പക്ഷെ അതിനെപ്പറ്റി പരിപാലിക്കുന്നവരോ വളർത്തുന്നവരോ ആരും തന്നെ അറിയുന്നില്ല. എന്നോട് ചോദിക്കുന്നവർക്കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഒരു കസ്റ്റമർ അല്ലേ? അതെ, സ്ഥിരം സ്ഥിരം കസ്റ്റമറാണ്. ഈ പുതിയ വെറൈറ്റികൾ വരുമ്പോൾ ചേട്ടനാണോ വിളിച്ച് പറയുന്നത്, അതോ വിളിച്ച് അന്വേഷിച്ച് വരുന്നതാണോ? അവർക്കറിയാം. എങ്ങനെയാട്ടോ ഇന്ന് അറിഞ്ഞത്? ഇപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ പുള്ളി പുതിയത് വരുമ്പോൾ ഇന്ന ദിവസം വരുന്നു പറയും. അതനുസരിച്ച് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം വിളിച്ച് ഇന്നലെ വൈകിട്ട് വരുന്നു പറഞ്ഞു. ഇന്ന് രാവിലെ പാഷനായിട്ട് ചെയ്യുന്നതാണോ ബിസിനസ്? ഞങ്ങളവിടെ സെയിലുണ്ട്. സെയിലുണ്ട്. ഞാനിപ്പോൾ മാളയെന്നാണ് വരുന്നത്. മാള എന്ന് പറയുമ്പോൾ 45 കിലോമീറ്റർ കൂടുതൽ വഴി ഇവിടെ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ വീട്ടിൽ നമ്മളിങ്ങനെ ബോർഡൊന്നും വെച്ച് അങ്ങനെ ഒരു ഇതില്ല. ഇത്രയും ദൂരം വന്ന് കളക്ട് ചെയ്യണമല്ലേ? കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരായിട്ടുള്ള അടുപ്പവും ഇവരായിട്ടുള്ള ഡീലിങ്സിൻ്റെ ആ ഇതിലാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ഡീലിങ്സ് മോശമായി പിന്നെ നമ്മൾ വരില്ലല്ലോ. വരില്ലല്ലോ. നമ്മൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവരായിട്ടുള്ള ഡീലിങ്സ്, ഇവരുടെ പെരുമാറ്റവും ആ ഒരു പ്ലസ് പോയിന്റ് കൊണ്ടാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് വരുന്നത്. അതന്നെ നേരം പോക്കുന്നുള്ള രീതിയിൽ ടൈം പാസ്, അത്യാവശ്യം പോക്കറ്റ് മണി അവർക്ക് കിട്ടണത്, ഒരു എക്സസൈസ് അത്ര ഉദ്ദേശിക്കണുള്ളൂ. പിന്നെ പേരൊന്നുമില്ല, നഴ്സറി ആയിട്ടില്ല, വീടിൻ്റെ അവിടെ ചെറിയ തോതിൽ, ബോർഡ് പോലും ഇല്ല. സോഫി, മാള. ആ മിക്ക 5-8 മാസമായിട്ട് ഇപ്പോൾ സ്ഥിരമുണ്ട്. ഓ, അപ്പോൾ കുറച്ച് ബൾക്കായിട്ട് ഒന്നിച്ചെടുത്തിട്ട് പോകും, അല്ലെങ്കിൽ നഷ്ടമല്ലേ. ഇവിടെ സാധാരണ എല്ലാവരുടെ കയ്യിൽ ലാഭമാണ്, അതുകൊണ്ടല്ലേ ഇത്രയും ദൂരം ഇങ്ങോട്ട് വരുന്നത്. ക്വാളിറ്റി നല്ല പ്ലാന്റ്സ് ആണ്, ഹെൽത്തി പ്ലാന്റ്സ് ആണ്. പിന്നെ ആളുടെ പെരുമാറ്റം വളരെ നല്ലതാണ്, അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഇടയ്ക്ക് ഞാൻ വിളിക്കും, പിന്നെ മാഷ് പറയാറുണ്ട്. ആ, ഞാൻ കുറേ വർഷമായിട്ട് 12 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. കാര്യമായിട്ടുള്ള കച്ചവടമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം. നമ്മുടെ അവിടെ എത്രയുണ്ട്? 100-500 പ്ലാന്റ് ഉണ്ടാവും. എല്ലാ വെറൈറ്റിൻ്റെ ഇലച്ചെടികളുണ്ട്. ഹോൾസെയിൽ ഇല്ല, ലോക്കലായിട്ടുള്ളൂ. സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ തന്നെ വരും, പഴയ ആൾക്കാർ തന്നെ. ബോർഡൊന്നുമില്ല. കസ്റ്റമേഴ്സ് തന്നെ ബൈ മൗത്ത് പബ്ലിസിറ്റി അങ്ങനെയാണ് വരുന്നത്.